എന്റെ അടുത്താണെങ്കിൽ മൈക്കൂല ഒന്നുമില്ല. എന്നെ സ്കൂളിലൊക്കെ അങ്ങനെ ചേർത്തത് കഴിഞ്ഞിട്ട് ഞാൻ ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കേട്ടുള്ളൂ ശബ്ദം. ഞാൻ മൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അത് പറയാതിരിക്കാനും പറ്റുന്നില്ല. നമുക്ക് നല്ലൊരു ഇൻട്രോയോട് കൂടി തുടങ്ങാം. എൻ്റെ കാര്യങ്ങൾ, ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഫാമിലി എന്താണ്, ഇങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തന്നെ അത് പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ് എന്നൊന്നും ഒരു ഇൻട്രോ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഒന്നുമില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഇരുന്ന് പറയാനുള്ള നല്ലൊരു വലിയൊരു ബാല്യകാലമോ നല്ലൊരു യൗവനകാലമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എങ്ങനെ പറയണം, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഒരു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരുപാട് നീണ്ട ഒരു നോവല് പോലെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ഗാംഭീര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മൈക്ക് എടുത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇതിൽ തന്നെ പറയാം. കാരണം ഒരു വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഞാനങ്ങ് ജനിച്ചു. അപ്പോൾ അജിന്ത്യ പ്രസാദിലേക്ക് ഒരു യാത്ര. അപ്പോൾ അജിന്ത്യ പ്രസാദ് എന്താണെന്ന് എന്നെക്കുറിച്ച് എനിക്ക് തന്നെ പറയണമെന്ന് തോന്നി. അപ്പോൾ അതാണല്ലോ ഏറ്റവും നന്നായി അറിയുന്നത്, എന്നെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് എനിക്ക് തന്നെ ആയതുകൊണ്ട് അജിന്ത്യ പ്രസാദിലേക്ക് നമുക്കൊന്ന് യാത്ര പോയി വിട്ടുവരാം കേട്ടോ. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞല്ലോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ജനിച്ചു. അത്ര വലിയ ഫാമിലി ഒന്നല്ല, എല്ലാവരും പറയുന്നത് പോലെ വലിയ ഫാമിലിയാണ്. വലിയ സുഖകരമായിട്ടൊരു ലൈഫ് ആയിരുന്നില്ല എന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ര നല്ല സുഖമുള്ളൊരു ബാല്യകാലം ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്താണെന്നറിയില്ല, നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു ഏജ് ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര കർക്കശകരായ അച്ഛനും അമ്മയും ഫാമിലിയും ഒക്കെയായിരുന്നു. ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് ആളുകളുള്ള, ഒരുപാട് വിഷമതകളുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ. അമ്മായിമാര്, അച്ഛൻ, എല്ലാവരും കൂടിയിട്ട്, അച്ഛൻ്റെ അനുജന്മാര് എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു വലിയ കുടുംബം കേട്ടോ. അച്ഛനും അച്ഛമ്മയ്ക്കും 10 മക്കളാണ്. 10 മക്കളും പഠിച്ചിട്ട് അവരെല്ലാവരും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് കേട്ടോ. അമ്മയുടെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ബ്രദറുള്ളൂ, ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അവരെവിടെയാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ആരായിട്ട് അത്ര വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മുടെ വീട്, നമ്മുടെ അച്ഛനും അമ്മേനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പം അച്ഛനും അമ്മയെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. അച്ഛനും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഈ ലോകം മൊത്തം കേൾക്കട്ടെ എൻ്റെ കാര്യങ്ങളിൽ നിന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് വിഷമതകൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. പല കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങ് ചേർന്നു കേട്ടോ. അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലേക്കാണ് കേട്ടോ എന്നെ ആദ്യം ചേർത്തിയത്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് അതിനെ കൊണ്ടു ചെന്നാക്കാൻ വേണ്ടിയിട്ട് അമ്മായിമാരും എന്നൊക്കെ പറഞ്ഞോണം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ കൊണ്ടുവന്നാക്കാനായിട്ട് വന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിലത്തെ ഒരു ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ അവിടെ ചെന്നു. ആദ്യത്തെ ക്ലാസ് പിന്നെ എനിക്ക് ഒരുപാട് ടീച്ചർമാർ, ഗൗരി ടീച്ചർ, പിന്നെ 2nd സ്റ്റാൻഡേർഡിലായപ്പോൾ ഞങ്ങളുടെ ദിവിനിയല്ല, സീമന്തിനി ടീച്ചർ. അപ്പോൾ അങ്ങനെ ഒരുപാട് ടീച്ചർമാരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 1-2 ടീച്ചർമാരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവിടെ ചെന്നു. 1ാം ക്ലാസ് എങ്ങനെയോ കഴിഞ്ഞു. എനിക്കത് വലിയ ടീച്ചറേയും ഞാൻ ചെന്ന് കയറുന്നതും ഞാൻ അവിടെ ഇരിക്കുന്നതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2nd സ്റ്റാൻഡേർഡിലാണ് എനിക്ക് വലിയൊരു ട്രോമകളൊക്കെ ഉണ്ടായിരുന്നത്. ആ ട്രോമ ഞാൻ അനുഭവിച്ച് എൻ്റെ ക്ഷീണമൊന്നും ഇപ്പോഴും എനിക്ക് വിട്ടുപോയിട്ടില്ല. ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ പറയാറുണ്ട്, ഒരു ഫോറിൻ കുട ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഫോറിൻ കുട ചീത്തയായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനത് അവൾക്ക് ശരിയാക്കി കൊടുക്കാൻ ഞാനും ഫ്രണ്ടും കൂടി അവളെ വീട്ടിൽ അച്ഛൻ അടിക്കും, എന്നെ വഴക്ക് പറയുന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവളുടെ കുട ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി ചെയ്ത ഒരു 6-7 വയസ്സുള്ള കുട്ടികളുടെ ഒരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ പക്ഷേ ടീച്ചർ അത് തെറ്റിദ്ധരിച്ചിട്ട് ടീച്ചർ എന്നെ
ഒരുപാട് അടിച്ചു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊണ്ട് ഞാൻ വട്ടം കറങ്ങിപ്പോയി. കുട്ടികളെല്ലാവരും പേടിച്ചു. എന്നെ വീശി വീശി അടിച്ചു. അതും പോരാൻ ഇല്ല, നീ എന്താ ചെയ്തത്, ഇനി വയറിൽ കുത്തി എന്നാണ് പറഞ്ഞത്. അല്ല അതായത് വയറിൽ ഇങ്ങനെ കുട അമ്മക്കി പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ അത് തള്ളി കൊടുക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല എന്ന് ടീച്ചർ പറഞ്ഞത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നോ, കള്ളം പറയുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അടിച്ചിരുന്നത്. അതെന്നെ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് ആക്കി തീർത്തു. പക്ഷെ പിന്നീട് ആ കുട്ടി പോലും പേടിച്ചു പോയി. അത് കണ്ടിട്ട് ആ കുട്ടിയും പേടിച്ച് കുട്ടിയോട് പോയി എന്നെ അവിടെ നിർത്തിച്ചു. ടീച്ചർ എന്നെ മുക്കിലിങ്ങനെ അടിച്ചിട്ട് എന്നെ അവിടെ അങ്ങനെ നിർത്തിച്ചു. അപ്പോൾ അത് തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പനിച്ച് വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ടീച്ചർ ആ സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് ക്ലാസ് കഴിയുന്ന ടീച്ചറുടെ ഈഗോ ആണ് എന്താണെന്നറിയില്ല, ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് എനിക്ക് ടീച്ചർ കുറച്ച് കൈ നിറയെ ചോക്ലേറ്റ്സ് തന്നു വിട്ടു. പക്ഷെ ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ചോക്ലേറ്റ്സ് തന്ന കാര്യം, പക്ഷേ ടീച്ചർ എന്നെ അടിച്ച കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നത് അതാണ്. ഞാനിങ്ങനെ അവൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് പരസ്പരം കുട്ടികളായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല. ടീച്ചറാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ടീച്ചറുടെ മനസ്സിൽ ഒരു പക്ഷേ ആ ഒരു സ്നേഹം ഉണ്ടാവുകയായിരിക്കും, എന്നോട് സ്നേഹം തോന്നിയിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിനുശേഷം ഞങ്ങൾ ആ സ്കൂൾ മാറി. പിന്നീട് ഞാൻ അരുണാട്ടുകര ഇൻഫന്റ് ജീസസിലാണ് കേട്ടോ പഠിച്ചിരുന്നത്. ഞാനിപ്പോൾ കാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫന്റ് ജീസസിലേക്ക് ഞങ്ങൾ ചേർത്തു. അരുണാട്ടുകര ഇൻഫന്റ് ജീസസിൽ അവിടെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ അമ്മ പഠിച്ചിരുന്നത്. അപ്പോൾ അമ്മ ആ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ അരുണാട്ടുകരയിലേക്ക് താമസം മാറ്റി. അച്ഛനെ മാറ്റം കിട്ടിയപ്പോൾ അരുണാട്ടുകരയിലേക്ക് എൻ്റെ അമ്മയുടെ വീടിൻ്റെ ലാലൂർക്ക് ഞങ്ങൾ താമസം മാറ്റി. അപ്പോൾ അരുണാട്ടുകര ഇൻഫന്റ് ജീസസിൽ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ അരുണാട്ടുകര, കാര്യാട്ടുകര, ലാലൂര് എന്ന് പറയുന്ന സ്ഥലം പറയാം. എന്നുവെച്ചാൽ ഞങ്ങളെ ബന്ധുക്കൾ മൊത്തം അവിടെയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ചേച്ചിയാണെങ്കിൽ നല്ല പഠിപ്പിസ്റ്റാണ്, നല്ല പഠിപ്പുകാരിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മോശമായിട്ടുള്ള, പക്ഷെ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല, ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷെ പഠിക്കാൻ ഭയങ്കര മോശം കാര്യമാണ് ഞാൻ. അപ്പം അങ്ങനെ ടീച്ചർമാർ അവിടെയാണെങ്കിൽ സിസ്റ്റർ റിവോഴ്സ് ചെയ്യായിരുന്നു. ഇതുപോലെ തന്നെ എനിക്ക് വല്ലപ്പോഴേക്കും സ്കൂളിൽ പോകാൻ പറ്റാറുള്ളൂ. കാരണം എപ്പോഴും പനിയും അസുഖങ്ങളും ശ്വാസമുട്ടും ഇതൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് എന്തോ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അവരുടെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോ പ്രാവശ്യവും അത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. സ്കൂൾ ജീവിതം എനിക്ക് ഭയങ്കര ദുഷ്കരമായിരുന്നു. ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനെ കാണണമെന്നോ സ്കൂളിലെ കൂട്ടുകാരായിട്ട് കമ്പനി ചേരണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ വെച്ചിട്ട് ദ്രൗപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവൾ മാത്രമാണ് ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെ ദ്രൗപതിയെ മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ ദ്രൗപതി ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും. സ്കൂൾ ജീവിതം അങ്ങനെ ദുഷ്കരമായിട്ട് തന്നെ തീർന്ന് അവസാനിച്ച് ഞാനിങ്ങനെ എന്താ പറയുക, തിരിച്ച് ഞങ്ങൾ വീണ്ടും ചേർപ്പലിക്ക്, അച്ഛമ്മ ഞങ്ങളെ തിരിച്ച് വീണ്ടും ചേർപ്പലിക്ക് എന്നെ വിളിക്കുകയാണ്. വീണ്ടും ആ കൂട്ടുകുടുംബത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അത്ര സുഖകരമില്ലാത്തൊരു കൂട്ടുകുടുംബമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ സെപ്പറേറ്റഡ് ആയത്, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് അച്ഛമ്മ തിരിച്ചു വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി, ഞങ്ങൾ കുട്ടികളാണല്ലോ, അപ്പോൾ കുട്ടികളായ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ടൗണിൽ നിന്ന്, നമ്മുടെ ലാലൂരിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വീണ്ടും അച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. അവിടെ എന്താ പറയുക, നമ്മളെ കാത്തിരുന്നത് വലിയൊരു ഭൂതമായിരുന്നു എന്ന് പറയില്ലേ, കുട്ടികളെ പിടിക്കാൻ നിൽക്കുന്ന ഒരു ഭൂതം എന്ന് പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു അഗാധ ഗർത്തത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടി വീഴുന്നത്. ആ ഒരു വീഴ്ചയിൽ നിന്ന് പിന്നീട് ഞങ്ങൾ കയറി വരാനായിട്ട് ഇപ്പോഴാണ്, ഇത്രയും വർഷങ്ങളെടുത്തു. അത്രയും മാത്രം ഞങ്ങളൊരു കുഴിയിലേക്ക് ഇട്ട പോലെയാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ആ ഒരു വിശേഷങ്ങൾ ഞാൻ പറയുമ്പോൾ ആ ഒരു ദുർഘടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ കോളേജ് ലൈഫിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ കോളേജ് ലൈഫിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ കോളേജ് ലൈഫും എനിക്ക് അച്ഛനെ കുറിച്ചായാലും അമ്മയെ കുറിച്ചായാലും ഒരുപാട് പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ അച്ഛനമ്മയുടെ പോലെ തന്നെ നല്ല അടിയും ബഹളമൊക്കെയുള്ള നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു. പക്ഷെ നമുക്ക് ചില ട്രോമകൾ ഉണ്ടായിരുന്നല്ലോ, അതാണ് ഞാൻ നേരത്തെ സ്കൂളിലത്തെ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി, ആ ഒരു വിഷമങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കോളേജിലേക്ക് എത്തുകയാണ് കേട്ടോ.
ഈ ഒരു തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ ചേർന്നത് നമ്മളുടെ കേരളവർമ്മ കോളേജ്. ഞാൻ കോളേജിൽ ചേരാൻ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്, അതുകൊണ്ട് തന്നെ തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത് തന്നെയായിരുന്നു. എൻ്റെ അമ്മയാണ് കേട്ടോ, അച്ഛമ്മ മരിക്കാറായി കിടക്കുന്ന ദിവസമാണ് എന്നെ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി എന്നെ ചേർത്താനായിട്ട് പോകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. അന്ന് ആദ്യമേ ദിവസം തന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ പേടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും കഥകളൊക്കെ കേട്ടിട്ട് എൻ്റെ അമ്മ അവിടെ സേഫായി നിർത്തി. അവിടെ മറ്റുള്ള കുട്ടികളുടെ അമ്മമാരെ കൂടെ നിർത്തി എന്നെ അവിടെ നിന്ന് അമ്മ വേഗം തിരിച്ചു പോന്നു. കാരണം ഞാൻ വിചാരിച്ചു അച്ഛമ്മ ഞാൻ വരുമ്പോഴേക്കും മരിച്ചു പോയെങ്ങോ പോകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പ്രീ ഡിഗ്രി, പണ്ടത്തെ പ്രീ ഡിഗ്രി കാര്യമാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെയ്യുന്നത്. നമുക്ക് കോളേജിലത്തെ വിശേഷം ഫസ്റ്റ് ഡേ തന്നെ മഴയുള്ള ഒരു നല്ലൊരു കാലാവസ്ഥയുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ കോളേജ് ലൈഫും അതേപോലെ ബാക്കിയുള്ള ജീവിതവും ഒക്കെ എനിക്ക് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളിലേക്ക് അടുത്ത വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ അതുവരെ കുറച്ച് സമയം ഗ്യാപ്പ്. അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.